നമസ്കാരം. വീണ്ടും വളരെ ഊഷ്മളമായ തെരഞ്ഞെടുപ്പ് കാലാവസ്ഥയിലേക്ക് രാഷ്ട്രീയ കേരളം പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് 2 തവണ താനൂരിൻ്റെ വളരെ പ്രിയപ്പെട്ട ജനപ്രതിനിധി എന്ന രീതിയിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു ആദരണീയ വ്യക്തിത്വമാണ്. ഇദ്ദേഹം കേരളത്തിൻ്റെ കായിക മന്ത്രി കൂടിയായിരുന്നു. വീണ്ടും ഒരു ജനവിധി തേടാനൊരുങ്ങുകയാണ്. സ്വാഗതം ശ്രീ വി അബ്ദുറഹ്മാൻ. വളരെയധികം സക്രിയമായിട്ടുള്ള ഒരു 10 വർഷങ്ങളായിരുന്നു താങ്കളെ സംബന്ധിച്ച്, താനൂരിനെ സംബന്ധിച്ച്. പഴയ താനൂരും പുതിയ താനൂരും തമ്മിൽ അജഗജാന്തരം ഉണ്ടെന്നാണ് അവിടെ ജീവിച്ചു വന്നവർ, അവിടെ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. എങ്ങനെയായിരുന്നു താനൂരിനെ ഈ 10 വർഷം കൊണ്ട് വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾ അവിടെ സംഭവിപ്പിച്ചത്? താനൂർ കോൺസ്റ്റിറ്റ്യുൻസി സാംസ്കാരികപരമായി വളരെ ഉയർന്നു നിൽക്കുന്നൊരു പ്രദേശമാണ്. പോർച്ചുഗീസ് ഭരണകാലത്ത് പോർച്ചുഗീസ് കോളനി ആയിട്ടും കൂടി ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് താനൂർ. വികസനം മുരടിപ്പിൻ്റെ കാലഘട്ടം പിന്നീട് ആരംഭിക്കുകയാണ് ചെയ്തത്. പക്ഷേ നിരവധി കേരള രൂപീകരണത്തിന് ശേഷം അവിടെ നിന്നും ജയിച്ചു വന്ന രാഷ്ട്രീയ കക്ഷികൾ പലതും കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ ആ പ്രദേശങ്ങളിൽ ചെലുത്താൻ തയ്യാറായിട്ടുണ്ടായത്. പ്രത്യേകിച്ചൊരു വോട്ട് ബാങ്കായി മാത്രം ഒരു പ്രദേശത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി എവിടെ കേരളത്തിലെ ഏത് ഭാഗത്തുനിന്നോ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നോ വന്ന് മത്സരിച്ചാൽ അവർക്ക് വിജയിക്കാനുള്ളൊരു ഇടമാക്കി അതിനെ മാറ്റിയെടുത്തു. അതുകൊണ്ട് തന്നെ ആ നാടിനോടുള്ള പ്രതിബദ്ധത അല്ലെങ്കിൽ ആ നാട് വികസിക്കണം എന്നൊരു തോന്നൽ ആർക്കും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അങ്ങനെയാണ് നമുക്ക് താനൂരിൽ ഒരു അവസരം കൈവരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി താനൂരിലെ അടിസ്ഥാന സൗകര്യ വികസനമായാലും ക്ഷേമ പ്രവർത്തനങ്ങളായാലും ഒക്കെ തന്നെ കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ ഇടപെടാൻ പറ്റൂ. അതോടൊപ്പം തന്നെ പലതും പൂർത്തീകരിക്കാൻ കഴിയും. ഇനിയും ചില കുടിവെള്ള പദ്ധതി പോലുള്ള പദ്ധതികൾ 1-2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായിട്ടുള്ള രീതി നമ്മൾ അതിൽ കൈക്കൊണ്ടുപോകും. അത് വിജയകരമായി എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾ സംതൃപ്തരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരാഗ്രഹിച്ച പലതും അവിടെ എത്തി. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു നാട്ടിലെ ഒരു ആശുപത്രി. ആ ഒരു പ്രദേശം എന്നാൽ വള്ളിക്കുന്ന് മുതൽ കൂട്ടായി വരെയുള്ള തീരദേശ പ്രദേശങ്ങളിൽ നല്ലൊരു ആശുപത്രി ഇല്ല. തീരദേശ ജനങ്ങൾക്ക്, തൊഴിലാളികൾക്ക് വേണ്ടി അവിടെ ആശുപത്രിയെ അതിൻ്റെ പദവി ഉയർത്തുക എന്നുള്ളത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ജോബാണ്. നിങ്ങൾക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഫണ്ടിൻ്റെ കുറവ് നല്ല രീതിയിലുണ്ടായിരുന്നു. പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിൽ ഇടപെടാൻ നമുക്ക് സാധിച്ചു. ഇന്ന് അത് താലൂക്ക് ഹെഡ്ക്വാർട്ടർ ആശുപത്രിയായി ഉയർത്തി. ഇപ്പോൾ അതിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് ഏകദേശം 50 കോടിയിലധികം രൂപ ചെലവഴിച്ചു വരികയാണ്. കേന്ദ്ര ഫണ്ടടക്കം 100 കോടിയുടെ ഒരു പദ്ധതിയിലേക്ക് ആശുപത്രിയുടെ വികസനം മാറി എന്നുള്ളതാണ്. അതോടൊപ്പം 152 പുതിയ തസ്തികകൾ അവിടെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ആശുപത്രി വലിയൊരു അഭയകേന്ദ്രമായി മാറും. 300ഓളം രോഗികൾക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമുള്ള വലിയൊരു ആശുപത്രിയാക്കി അത് മാറ്റി. അതാണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു മേഖല വിദ്യാഭ്യാസ മേഖലയാണ്. ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പ്രത്യേകതകളുള്ള നിരവധി വിദ്യാലയങ്ങളുള്ള ഒരു നാടായി താനൂർ മാറിയിട്ടുണ്ട്. ഒരു വിദ്യാലയം മാത്രം എടുക്കുക. ഇപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെയാണ് ഇന്ത്യയിൽ തന്നെ ഒരു വിദ്യാലയത്തിൽ ആദ്യമായി ഒരു പൊതു വാഹന നിരീക്ഷണ കേന്ദ്രം ISROയുടെ സഹായത്തോടു കൂടി നമ്മൾ അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ സയൻസ് പഠനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് അതിനെ മാറ്റിയിട്ടുള്ളത്. അത് കേരളത്തിൽ തന്നെ ഏത് ഭാഗത്തുനിന്ന് വിദ്യാർത്ഥികൾ, ഗവേഷണ വിദ്യാർത്ഥികൾ, അവർക്കെല്ലാം തന്നെ അവിടെ ഇരിക്കാനും അവിടെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനും പുതിയ തലമുറക്ക് വാന നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുമുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ വിദ്യാലയത്തിൽ കുട്ടികൾ കളിക്കാൻ ഒരു സ്റ്റേഡിയം ഗ്രൗണ്ട് ആണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അത്രയും സൗകര്യമാണ് അവിടെ ഉള്ളത്, കളിക്കാനുള്ള സൗകര്യം. കായിക മേഖലയിൽ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവിധ കായിക പ്രവർത്തനങ്ങൾക്കുമുള്ള സൗകര്യങ്ങളും ആ വിദ്യാലയത്തിലുണ്ട്. അതോടൊപ്പം കെട്ടിടങ്ങളുടെ കാര്യത്തിൽ മുമ്പ് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് അവിടെ സൗകര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ധാരാളം കെട്ടിടങ്ങൾ നമ്മൾ പണിതു. പുതിയ കോൺഫറൻസ് ഹാൾ പണിതു. പുതിയ അക്വേറിയം പണിയാണ്. ഒരു സ്കൂളിൽ ഈ അധ്യാപനം എന്നുള്ളത് പാഠപുസ്തകങ്ങൾ മാത്രമല്ല, അതിന് പുറത്തേക്കുള്ള എല്ലാ ബഹുമുഖമായ അറിവുകളെ ഒരു വിദ്യാലയത്തിലേക്ക് വന്നാൽ അവർ കുട്ടികൾ കിട്ടുന്ന രീതിയിലാണ് മാറ്റിയില്ല. അങ്ങനെ ഒരു വിദ്യാലയമല്ല, ദേവദാർ എടുത്താൽ, പറമ്പരുതൂർ എടുത്താൽ, അങ്ങനെ എല്ലാ വിദ്യാലയങ്ങളും ഒരേപോലെ തന്നെ മികവുറ്റതാക്കി മാറ്റാൻ കഴിഞ്ഞു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതിന് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ്. ഇപ്പോൾ പൊന്മുണ്ടം ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ കെട്ടിടങ്ങളുടെ കുറവ്. 1400ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ
ടോയ്ലറ്റുകൾ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യം ഉത്തരം പറയുന്നത് ഒരു നാണക്കേടായി മാറിയ ഒരു സ്ഥലമാണ്. അവിടെ പുതിയ സ്ഥലം മുമ്പ് കണ്ടെത്തിയതാണ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ വിഭാഗത്തിൻ്റെ ആളുകൾ. പക്ഷേ അവിടെ കെട്ടിടം നിർമ്മിക്കാൻ ഇന്നേ വരെ കഴിഞ്ഞില്ല. 25 വർഷത്തോളമായി ആ സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ എല്ലാ കിടമ്പകളും കടന്നു ഇന്ന് കെട്ടിട നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. ആ മേഖലയിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളൊരു ചാലഞ്ച് വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ എതിർത്തു. അത്തരം പ്രവർത്തനങ്ങളെ എതിർക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അജണ്ടയാണ്. അതിനെ മറികടന്നാണ് ഇപ്പോൾ പൊന്മുണ്ടം പോലെ സ്ഥലങ്ങൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നീട് ആ പ്രദേശത്തിൽ ഏറ്റവും വലിയ ചാലഞ്ചിങ് ആയിരുന്നു കുടിവെള്ളം. തീരദേശ പ്രദേശം നല്ല വെള്ളം, ശുദ്ധമായ ജലം കിട്ടുക എന്നുള്ളത് അവർ ഇന്നേ വരെ അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം താനൂരിൻ്റെ കിഴക്കൻ ഭാഗങ്ങൾ ഉയർന്ന പ്രദേശമാണ്. അതിനോട് ചേർന്ന ഭാഗങ്ങളിലും ശുദ്ധജലം ലഭ്യമല്ലാത്തൊരവസ്ഥ. ചെറിയ ചെറിയ പദ്ധതികൾ അത് കൃത്യമായി തന്നെ വലിയ പണം മുടക്കി ചെറിയ പദ്ധതികൾ നടപ്പിലാക്കുക, അത് പരാജയപ്പെടുക, അതാണ് സ്ഥിരമായി അവിടെ ഉള്ളത്. നിരവധി പദ്ധതികളുണ്ട്, പക്ഷേ എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ജലസ്രോതസ്സില്ലാത്ത, നല്ല ജലം, ശുദ്ധീകരിച്ച ജലം കിട്ടാത്തൊരവസ്ഥ. പലപ്പോഴും പല ആളുകളും എന്നോട് പറയാറുണ്ട്, പല അമ്മമാരും പറയാറുണ്ട്, ജീവിതത്തിൽ നല്ല വെള്ളം കുടിക്കണമെങ്കിൽ ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചു. 300-ലധികം കോടി രൂപ, 100 ഇപ്പോൾ 400 കോടിയിലധികം രൂപ ചെലവിൽ ഇതിൻ്റെ പൂർത്തീകരണത്തിന് കിടക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ ജൽജീവൻ പദ്ധതിയുമായിട്ടുള്ള എല്ലാ ഫണ്ടുകളും കേന്ദ്ര ഗവൺമെൻറ് ഇടക്കാലത്ത് നിർത്തിവെച്ചിരുന്നു. കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഫണ്ട് വരാനുള്ള താമസം ഉണ്ടായി. പക്ഷേ എങ്കിലും നമ്മുടെ സർക്കാർ ആ പണം, അതിനാവശ്യമായുള്ള പണം തന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയും ലഭിച്ചു. അപ്പോൾ നമ്മൾ 2 മാസത്തിനുള്ളിൽ താനൂരിലെ എല്ലാ ഭാഗങ്ങളിലും കുടിവെള്ളം എത്തുമെന്നുള്ള ഉറപ്പ് നമ്മൾ വരുത്തി. ആവശ്യമായ ടാങ്കുകൾ വന്നു, ആവശ്യമായ പൈപ്പ് ലൈനുകൾ ഇട്ട് സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതും എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ദാഹിക്കുമ്പോൾ കുടിക്കാൻ നല്ല വെള്ളം കൊടുക്കുക എന്നുള്ള ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണ്. അതിൻ്റെ പൂർത്തീകരണം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നടത്താൻ കഴിയും. പിന്നെ അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ, മേൽപ്പാലങ്ങൾ. ഇപ്പോൾ താനൂർ ടൗണിൽ തന്നെയുള്ള റെയിൽവേ ഓവർബ്രിഡ്ജ് സമയബന്ധിതമായി നമ്മൾ പൂർത്തീകരിച്ചു. വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു ഭൂമി ഏറ്റെടുക്കുന്നതിന്, വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചു. കരാറുകാരൻ അതിലെടുക്കുകയും അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയുണ്ടായി. അതിൽ കുറേ താമസിച്ചു. എങ്കിലും ഇന്ന് അത് പൂർത്തീകരിച്ചു, നമ്മളത് തുറന്നു കൊടുത്തു ജനങ്ങൾ. അങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ റോഡിൻ്റെ കണക്ടിവിറ്റി ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ പല പാലങ്ങളും പൂർത്തീകരിച്ചു. ചില പാലങ്ങൾ ഇപ്പോൾ അഞ്ചുഴി എന്നുള്ള ഒരു പ്രദേശമുണ്ട്. അവിടെ ഒരു പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലം ടെൻഡറായതുകൊണ്ട് പാലം നിർമ്മിക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ അപ്രോച്ച് റോഡ് വിട്ടുതരുന്ന അവിടുത്തെ സാധാരണക്കാരായ ആളുകളുണ്ട്. അവരുടെ ഭൂമിയിലൂടെയാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കേണ്ടത്. അവർക്ക് ആ സ്ഥലത്തിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് അവരാഗ്രഹിച്ച പോലെയുള്ള തുക അവർക്ക് ലഭ്യമായില്ല. അവർ നീതിയാണ് അവർ പറഞ്ഞത്, കൃത്യമാണ്. കാരണം അവരുടെ ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ അവർക്ക് മറ്റൊരു ഭൂമിയെങ്കിൽ താമസിക്കാനുള്ള പണം ഉണ്ടാകണം, അല്ലെങ്കിൽ പിന്നെ അവർക്ക് നൽകില്ല. നമ്മൾ അവരുടെ ആ ആശയത്തോട് യോജിച്ചു. പലരും നിർബന്ധമായി അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും ഞാനതിലെടുത്ത ഒരു സ്റ്റാൻഡ്, എൻ്റെ അഭിപ്രായം, അത്തരം വീടുകൾ അവർ ഭൂമി നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് മാത്രമേ ഏറ്റെടുക്കാൻ പറ്റൂ. വീണ്ടും അത് കളക്ടറോട് മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞു. കളക്ടർ അതിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി ഒരു ഭൂമി വില ലഭ്യമല്ലാത്ത ഒരു അഭിപ്രായം അവരിലുണ്ട്. അപ്പോൾ അത് സർക്കാർ പരിഗണിക്കണം എന്ന് പറഞ്ഞു. ആ അഭിപ്രായം നമ്മൾ ശുപാർശ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏറ്റവും നല്ല വില കിട്ടിയാൽ മാത്രമേ ആ ഭൂമി നമ്മൾ ഏറ്റെടുക്കുകയുള്ളൂ. അതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആ കാര്യത്തിൽ ഞാനെടുത്തൊരു സ്റ്റാൻഡ്. അതുകൊണ്ട് ആ വർക്ക് താമസിക്കുന്നു. പക്ഷേ അവർക്ക് വില കിട്ടട്ടെ. അവർക്ക് ആ ഭൂമി അവരുടെ കിടപ്പാടം കൊടുക്കുമ്പോൾ അതിനുള്ള പണം അവർക്ക് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്തരം ഉള്ള കാര്യങ്ങളിലാണ് ചില താമസങ്ങൾ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആരോപണങ്ങൾ അത് ധാരാളം അവർ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഇന്നേ വരെ നമ്മൾ അറിഞ്ഞുകൊണ്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് നമ്മൾ സാധാരണ കടക്കാറില്ല. ആശുപത്രികൾ തന്നെ എടുത്താൽ സബ് സെൻറ്ററുകൾ, അതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള സംഭവങ്ങൾ. അതുമുതൽ നിരവധി എല്ലാ സബ് സെൻറ്ററുകളും നമ്മൾ പുതുക്കിപ്പണി. അതിനുശേഷമുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾ. ഇന്ന് എല്ലാ പഞ്ചായത്തിലും ഏറ്റവും നല്ല കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ പണി. ഇന്ന് താനൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളൊരു മോഡലാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നായി താനൂരിൽ ഒഴിവിലുള്ള നമ്മൾ നിർമ്മിച്ച കുടുംബാരോഗ്യ കേന്ദ്രം മാറി. അവിടെ വ്യത്യസ്തങ്ങളായുള്ള അവിടെ പോയാൽ മാത്രമേ അത് സൗകര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയൂ. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഒരു കുറവുണ്ടായത്. പഴയ കെട്ടിടമുണ്ട്, പക്ഷേ അത് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ കൂടി അവിടെയും നമ്മളിപ്പോൾ നിർമ്മിക്കാൻ ഏകദേശം 2.5 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടെൻഡറിലേക്ക് അതും കിടക്കുകയാണ്.
ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ അവർക്ക് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫിഷറീസ് ഹാർബർ. ഫിഷറീസ് ഹാർബറിനെ രാഷ്ട്രീയമായി വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ. മുമ്പ് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ 60 വർഷമായി മുസ്ലിം ലീഗിൻ്റെ MLA മാത്രം ജയിക്കുന്ന ഒരു പ്രദേശമാണ് താനൂർ. വർഷങ്ങളായി ആ പ്രദേശത്തുള്ള ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നതാണ് ഹാർബർ ആവശ്യമാണ്. അവർക്ക് സുരക്ഷിതമായി അവരെ വെള്ളം അടുപ്പിക്കാൻ, അവരുടെ ജോലി ചെയ്യാൻ, മത്സ്യം കൊണ്ട് കടലിൽ നിന്ന് വരുമ്പോൾ അത് കൃത്യമായി അവർ സുരക്ഷിതമായി കരയോടടുക്കാൻ, അത് ഓഫ് ലോഡ് ചെയ്യാനൊക്കെ സൗകര്യങ്ങളുമാണ്. അത് ഓരോ ജനപ്രതിനിധികളോടും അവർ പറയുമ്പോൾ മുൻകാലങ്ങളിൽ ചെയ്യാമെന്ന് പറയും, ഞങ്ങൾ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്, ഞങ്ങളെന്താ ചെയ്യാൻ പോകുന്നു, ആ രീതിയായിരുന്നു. പക്ഷെ നമ്മൾ കൃത്യമായി വന്നു. അതിൽ സംസ്ഥാന ഫണ്ടോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതം കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ആ പദ്ധതി ഇപ്പോൾ പൂർത്തീകരിച്ചു. പക്ഷേ ഇനിയും അവിടെ ആരോപണങ്ങളാണ്. അവിടെ ധാരാളം കാര്യങ്ങൾ ഇനിയും പൂർത്തീകരണത്തിലേക്ക് എങ്കിൽ അവിടെ പ്രാഥമികമായ എല്ലാ സംവിധാനങ്ങളും ആയിക്കഴിഞ്ഞു. 5 ഏക്കർ സ്ഥലം പുതുതായി നമ്മൾ അതിനോട് ചേർന്നുള്ള കടലിൽ തന്നെ കണ്ടെത്തിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ കോൾഡ് സ്റ്റോറേജ്, പെട്രോൾ ബങ്ക് തുടങ്ങിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു ബേബി ഏരിയ, ചെറിയ വെള്ളങ്ങൾ അടക്കാനും അടുത്ത് മത്സ്യബന്ധനം ചെയ്യാനുള്ള ഏരിയ അടക്കം എല്ലാ സംവിധാനങ്ങളും ആയിക്കഴിഞ്ഞിട്ട് അതിൻ്റെ പൂർത്തീകരണം നിങ്ങൾക്കറിയാമല്ലോ. ഒരു വലിയ പദ്ധതിയാകുമ്പോൾ ഘട്ടം ഘട്ടമായിട്ടേ അത് പൂർത്തീകരിക്കണം. ഇപ്പോൾ മണ്ണിട്ട് നമ്മൾ നികത്തിയ സ്ഥലമാകുമ്പോൾ ആ മണ്ണ് തന്നെ സെറ്റിലാകാൻ ഏറ്റവും കുടുങ്ങിയ 5 വർഷമെങ്കിലും പിടിക്കും. എങ്കിൽ മാത്രമേ ഉറച്ച മണ്ണായി കടലിനോട് ചേർന്ന ഭാഗമാണ്. ഏത് സമയത്തും കടലെടുക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. അപ്പോൾ അതിന് കൃത്യമായി തന്നെ അതിന് സമയം എടുക്കും. അതിനെക്കുറിച്ചുള്ള ഒരു ആരോപണങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെ നമ്മളെ വികസന പ്രവർത്തനങ്ങളില്ല എന്ന് കാണിക്കാനുള്ള വലിയ പ്രവർത്തനം അവർ ചെയ്യാറുണ്ട്. പക്ഷെ ജനങ്ങളതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ എന്തായാലും പറയുകയാണെങ്കിൽ ഒരു 2000-3000 കോടിയുടെ താഴെ നമ്മൾ താനൂരിൽ ഈ സർക്കാർ വന്നതിന് ശേഷം ചെലവഴിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയും പുതുക്കി പണിയാണ്. ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണ്. ഏറ്റവും ശോചനീയമായ ഒരു സ്ഥലത്തു നിന്നാണ് ഈ രീതിയിലേക്ക് കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ, കാലത്തിന് മുന്നോട്ട് നയിക്കാൻ പറ്റിയ രീതിയിൽ ആ സംവിധാനത്തെ നമ്മൾ മാറ്റിയെടുത്തു. അത് ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. ജനങ്ങളോടൊപ്പം തന്നെ ഞാനും ആ കാര്യത്തിൽ സന്തോഷിക്കുകയാണ്. പിന്നെ അവിടെ ഇപ്പോൾ വളരെ മോശമായി നടത്തുന്ന നിരവധി ആരോപണങ്ങൾ, വോട്ട് ദുരന്തം എന്നെല്ലാം പറഞ്ഞു, അവിടെ എല്ലാം തന്നെ കൃത്യമായി ഈ കാര്യങ്ങളിൽ ഒരു വാക്കിൽ പോലും ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടില്ല. എനിക്കറിയാം, എൻ്റെ ഓഫീസിനറിയാം. വ്യാജമായ ആരോപണങ്ങൾ അവിടെ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതുമായി ഒരു ക്ലിപ്പ് കണ്ടു. അവിടുത്തെ പഴയ മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള അംഗങ്ങൾ തമ്മിൽ തന്നെ ഈ അപകടം വരാൻ പോകുന്നു, അത് തടയണമെന്ന് മുനിസിപ്പൽ ചെയർമാൻ തന്നെ പറയുന്നുണ്ട്. ആ ഭാഗത്തിലെ കൗൺസിലർ പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് നഗരസഭ ചെയ്തില്ല? ഞാനുമായി ബന്ധപ്പെട്ട കാര്യമല്ല എൻ്റെ കയ്യിൽ. അവർ വന്നെങ്കിൽ ഞാനിതിലൊന്നും ഇടപെടില്ല. അത് ബന്ധപ്പെട്ട വകുപ്പുമായി അതിൻ്റെ പരിശോധനയ്ക്ക് ശേഷം നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുമ്പോൾ അതുമായി ഓടുക. കാരണം ഇവിടെ നൂറുകണക്കിന് ആളുകൾക്കാർ യാത്ര ചെയ്യേണ്ടതാണ്. വിനോദസഞ്ചാര മേഖലയാണ്. അത് ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്നും അതേ സ്റ്റാൻഡാണ്. അതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം വന്നു, കമ്മീഷൻ വന്നു. അവിടെ സ്ഥലം MLAയോ ഇവിടെ ഒരു ഇടപെടൽ എവിടെയും ഇന്നേ വരെ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല, ഉണ്ടായിട്ടുമില്ല. ഏതോ മന്ത്രി എന്ന് പറഞ്ഞാൽ ആരാണ് മന്ത്രി എന്നുള്ള അവരാണ് കണ്ടെത്തുക, ഞാനല്ല. നമ്മളേതായാലും ആ കാര്യത്തിൽ ഇടപെട്ടില്ല. ഇത്തരം ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിക്കുകയാണ്. ഇപ്പോൾ തിരൂരിൽ തന്നെ ഞാൻ മത്സരിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചു ഒന്നല്ല, ഈ രംഗത്ത് മാറി നിൽക്കാൻ ആഗ്രഹിച്ച ഒരാളും കൂടി. തിരൂർ എൻ്റെ നാട്. ഇവിടെ വർഷങ്ങളായി ഇതേപോലെ തന്നെ ഒരു പ്രത്യേക പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് മത്സരിച്ച് ജയിച്ചു. സംസ്ഥാനത്തിലെ ചെറുകിട പട്ടണങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ട്. അതോടൊപ്പം വളരേണ്ട അതിനുള്ള സോഴ്സുകളുള്ള ഒരു നാടാണ് തിരൂർ. കാലത്തോടൊപ്പം കൊണ്ടുവരാൻ ഇന്നേ വരെ ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല. നല്ല റോഡുകൾ പോലും നിർമ്മിക്കാൻ കഴിഞ്ഞില്ല, സൗകര്യമുള്ള. എത്രയോ വ്യവസായ സ്ഥാപനങ്ങൾ വരാൻ, വാണിജ്യ സ്ഥാപനങ്ങൾ വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷെ ഉള്ളത് വളരെ തിങ്ങി നെരുങ്ങി കഴിഞ്ഞുകൂടും. പലരും വരുന്നുണ്ട്. പക്ഷേ അവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഇപ്പോൾ തിരൂർ തന്നെ, തിരൂർ നഗരസഭ അടക്കമുള്ള വിദ്യാലയങ്ങൾ ശോചനീയമായ അവസ്ഥയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ 10 വർഷം ഇടതുപക്ഷ മുന്നണി വന്നതിന് ശേഷമാണ് വലിയ പണം തിരൂരിന് പോലും അനുവദിച്ചിട്ടുള്ളത്. ഇത്രയും വർഷങ്ങളായുള്ള അപ്രോച്ച് റോഡുകൾ, ഇപ്പോൾ താഴെപ്പാലമായാലും ഓവർബ്രിഡ്ജ് ആയാലും സിറ്റി ഓവർബ്രിഡ്ജ് ആയാലും ഇപ്പോൾ വിഷ്പാടം എന്നുള്ള സ്ഥലത്ത് പന്മണ്ടം ബൈപ്പാസിൻ്റെ ഭാഗമായിട്ടുള്ള അപ്രോച്ച് റോഡെല്ലാം തന്നെ ഈ ഗവൺമെൻറ് വളരെ ശ്രദ്ധയോടുകൂടി ഇടപെട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ താനൂരിൽ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ റോഡുകൾക്കുള്ള കണക്ടിവിറ്റിക്ക് വേണ്ടി ഈ അപ്രോച്ച് റോഡിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ 20-ലധികം കോടി രൂപ ചെലവഴിച്ച് അവിടെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇവിടെ പണം അനുവദിച്ചത്. പക്ഷേ ആ പണം പോലും കൃത്യമായി ഉപയോഗിക്കാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് ആദ്യഘട്ടത്തിൽ ആദ്യത്തെ MLA എന്ത് ചെയ്തു? ഞങ്ങൾ ഈ കിഫ്ബി ഫണ്ടൊന്നും ആവശ്യമില്ല, ഞങ്ങളെ ഭരണം വരും ഞങ്ങൾ ശരിയാക്കും, വർഷങ്ങളായി പറയുന്നതാണ്. അത് ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ ഫണ്ട് ലഭ്യമായില്ല. കിട്ടിയ ഫണ്ട് തന്നെ ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഉപയോഗിച്ചു.
ഇന്ന് തിരൂരിൽ തന്നെ പല വിദ്യാലയങ്ങൾക്കും പണം നമ്മൾ ഈ 5 വർഷം കൊണ്ടാണ് കണ്ടെത്തി കൊടുത്ത് ഇപ്പോൾ ചെറിയ ചെറിയ കെട്ടിടങ്ങളും അവിടെ നിർമ്മിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയുള്ള പണം ഉപയോഗിക്കുകയാണ് തിരൂരിൽ. വികസനപരമായി പറയുകയാണെങ്കിൽ പ്രകൃതി രമണീയമായുള്ള തിരൂര്, നടുവിലൂടെ ഏറ്റവും സുന്ദരമായ പുഴ ഒഴുകുന്നുണ്ട്. അതിൻ്റെ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ MLA ക്ക് ഉണ്ടായി. പക്ഷേ സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് അതിനെ അവിടെ വൃത്തിയാക്കുന്ന, അതുകൊണ്ട് കുറേയെങ്കിലും അവിടെ ജനങ്ങൾക്ക് ദുർഗന്ധമില്ലാതെ ഇപ്പോൾ ആ പുഴയിൽ ഇടപെടാൻ കഴിയുന്നു. എന്നോ ചെയ്യേണ്ട കാര്യമാണ്, പക്ഷേ ഇത്തവണ അവരത് ചെയ്തു. പുഴയുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യങ്ങളായാലും പ്രത്യേകിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ആശുപത്രിയുടെ ശോചനീയാവസ്ഥ, അതോടൊപ്പം തന്നെ അതിൽ ഇടപെടേണ്ടവരെ ഇടപെടണ്ടേ കൃത്യമായി. വിദ്യാലയങ്ങളുടെ നവീകരണം പോലുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന പുതിയ തലമുറയ്ക്ക് വഴികാട്ടികളാകേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാലത്തിനനുസൃത മാറ്റം സാധ്യമായിട്ടില്ല. അത് നല്ല രീതിയിൽ ഇടപെടേണ്ട ഒരു വിഷയമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എൻ്റെ നാടും ഇതേപോലെ തന്നെ ആവണം. നമ്മളും ആഗ്രഹമുണ്ട്. കേരളത്തിലെ ഇന്നത്തെ മാറ്റം എന്താണ്? നമ്മുടെ കേരളത്തെ ചിത്രം തന്നെ എടുത്താൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ് ഈ 10 വർഷം. അത് ഏറ്റവും പ്രധാനമായി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ 1,10,000 കോടി രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചത്. അതിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വരും 10,000 കോടിയിലധികമാണ്. ഏകദേശം 11,000 കോടിയാണ് നമ്മൾ നിക്ഷേപിച്ചത്. ആ ഒരു മാറ്റം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായില്ലേ? എന്തുകൊണ്ട് അത് കേരളത്തിലേക്ക് കൂടുതൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആ പണം, കേരളത്തിലെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ച പണം തിരൂരിൽ എത്തിക്കാൻ MLA കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എതിർത്തിരുന്നു? ഇല്ല. മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും അതാത് MLA മാർ എഴുതി കൊടുത്ത, അവർ ചോദിച്ച മുഴുവൻ പണവും അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറനാട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ മണ്ഡലമായിരുന്നു. ഇന്ന് അവിടെ പോയി നോക്കൂ, പുതിയ റോഡുകൾ, വിദ്യാലയങ്ങളെല്ലാം കൊടുത്തല്ലോ. അത് പ്രതിപക്ഷമായതുകൊണ്ട് പണം നൽകില്ല എന്നുള്ള ഒരു തീരുമാനവും നമുക്കില്ല. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും വികസനം കേരളത്തിൻ്റെ, പണം എല്ലാവർക്കും തുല്യമായി എന്നുള്ളത് തന്നെയാണ് നമ്മളെടുത്ത സമീപനം. അതിൻ്റെ ഭാഗമായാണ് കുറച്ചെങ്കിലും പണം ഇവിടെ എത്തില്ല, ഉപയോഗിക്കാൻ പറ്റിയില്ല. ഉപയോഗിച്ച മണ്ഡലത്തിലുള്ള ഇപ്പോൾ കുണ്ടോട്ടിയിൽ ശുദ്ധജല വിതരണ പദ്ധതി എത്രയോ വർഷങ്ങളായി മുടങ്ങിക്കെടുക്കുകയായിരുന്നു. അവിടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമല്ലേ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അവിടെ കരിപ്പൂരിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമല്ലേ സർക്കാരിലെ കേരള സർക്കാരാണ് അതിനാവശ്യമായുള്ള പണം കൊടുത്ത് ഭൂമി ഏറ്റെടുത്ത് ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും എടുത്താൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ്. ഇപ്പോൾ കോട്ടക്കൽ തൊട്ടടുത്തുള്ള സ്ഥലമാണ്, തിരുവങ്ങാടി തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ചോദിച്ച പണം കൊടുത്ത് അവിടെ ഹാർബർ, തിരുവങ്ങാടി ഒരു ഹാർബർ ഇതിനു മുമ്പ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ അന്നത്തെ MLA മാർ ആവശ്യപ്പെട്ടില്ല. പക്ഷേ അവിടുത്തെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ, പ്രത്യേകിച്ച് CPM-ൻ്റെ സംഘടനകൾ ഈ ഗവൺമെൻറ് കാലത്ത് നിർബന്ധമായി ഞങ്ങൾ വേണം, മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ പുതിയ ഹാർബർ വേണം പരപ്പനങ്ങാടിയിൽ എന്നാവശ്യപ്പെട്ടു. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം അന്ത്യഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. അപ്പോൾ തീരദേശ മേഖലയായാലും മലയോര മേഖലയായാലും ഒക്കെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളതിൽ റോഡുകളായാലും പാലങ്ങളായാലും ഒക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ തിരൂരിൽ നമ്മൾ പിന്നോട്ട് പോയി എന്നുള്ളൊരു അവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ കോളേജുകൾ, ഇപ്പോൾ തിരൂരിൽ തന്നെയുള്ള ഒരു കോളേജ് തുഞ്ചൻ കോളേജാണ്, തുഞ്ചൻ്റെ പേരിലുള്ള കോളേജാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനം ജനങ്ങൾ അവരുടെ ഇപ്പോൾ വെട്ടത്തൊക്കെയുള്ള നമ്മുടെ കാരണവന്മാർ, കുറ്റിയിൽ കുമാരേട്ടനായാലും അതോടൊപ്പം തന്നെ അമിതാജി ആയാലും അതേപോലെ അവരോട് ചേർന്നുള്ള ധാരാളം ആളുകൾ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തിയത്, വാങ്ങിയത്. അതുപോലും നല്ല രീതിയിൽ ഇപ്പോൾ നടത്തി. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അവിടെ നടന്നിട്ടുള്ളത്. മലയാളം സർവകലാശാല ഭൂമിയുമായി ഏറ്റെടുത്തിൻ്റെ ആരോപണങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നത്. അവിടെ ഈ സംവിധാനം കൊണ്ടുവരാൻ ശ്രമിക്കണ്ടേ? മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്തു, അതിൽ കുഴപ്പം എന്ന ആരോപണമാണ്. ഇതേ ഭൂമി തന്നെയല്ലേ അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു കോപ്പറേറ്റീവ് ആശുപത്രി പ്രവർത്തിക്കുന്നത്, ഒരേ ഭൂമിയാണ്. അപ്പോൾ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കുക, അത് അവരുടെ ശീലത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനങ്ങൾ, നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന എൻ്റെ നാടിൻ്റെ വികസനം കൂടി, തിരൂരിൻ്റെ വികസനം കൂടി ഉറപ്പുവരുത്തുന്നു. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയാണ് കുറേ കൂടി ഒരു മെച്ചമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനോട് ചേർന്ന ആദവനാട് പഞ്ചായത്തുണ്ട്, വളവന്നൂർ പഞ്ചായത്തുണ്ട്, എൽപ്പഞ്ചേരി പഞ്ചായത്തുണ്ട്, വെട്ടം പഞ്ചായത്തുണ്ട്, തലക്കാട് പഞ്ചായത്തുണ്ട്. എന്താണ് അവിടെ വന്നുള്ള പദ്ധതികൾ നമുക്ക് പറയാൻ കഴിയുന്നത്? എടുത്തു പറയാൻ പോകുന്ന ഒരു പദ്ധതികളും ഇല്ല അവിടെ. ഇപ്പോൾ 75 വർഷമായി MP മാരായിട്ട് തിരൂരിൽ നിന്നുള്ള മുസ്ലിം ലീഗുകാർ മാത്രമാണ് ജയിച്ചു പോയിട്ടുള്ളത്, മുസ്ലിം ലീഗിൻ്റെ MP മാർ മാത്രമാണ് ജയിച്ചു പോയിട്ടുള്ളത്. എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ തിരൂരിനുണ്ടായിട്ടുള്ളത്? തിരൂരിൻ്റെ പരിസര പ്രശ്നങ്ങൾ, പഞ്ചായത്തിന് എന്താ കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും സ്വാർത്ഥമായിട്ടുള്ള താല്പര്യത്തിന് പേരിൽ ഏതെങ്കിലും ചെറിയ പഞ്ചായത്ത് റോഡുകൾ ടാർ ചെയ്യാൻ, ഇതല്ലാതെ എന്താണ് ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തനം? ഇത് ജനങ്ങൾ ചിന്തിക്കണ്ടേ? താനൂരിലാണ് ആ ചിന്ത ഉണ്ടായതുകൊണ്ടല്ലേ താനൂരിൽ മാറ്റം ഉണ്ടായത്. എന്തുകൊണ്ട് തിരൂരിലും ആ മാറ്റം ഉണ്ടാവണം? ആ രീതിയിൽ ജനങ്ങൾ ആഗ്രഹിക്കണം.
പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ ഈ നാട്, ഭാഷാപിതാവിൻ്റെ നാട്, അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ. കായിക കേരളത്തിലെ നേട്ടങ്ങളെ പറ്റിയിട്ട് ഒരു മന്ത്രി എന്ന രീതിയിലും അതുപോലെ താങ്കളുടെ മണ്ഡലത്തിൽ താങ്കൾ നടപ്പിലാക്കിയിട്ടുള്ള സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജെൻസി കിഡ്സിനെ സംബന്ധിച്ച് അവർ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഭാഗത്തേക്ക് എന്താണ് അവിടുത്തെ ഒരു ഭരണാധികാരി അവർക്ക് നൽകിയത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ സ്പോർട്സ് രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അവരവരുടെ ഹൃദയത്തിൽ ഏറ്റുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ യൂത്തിനെ റിലേറ്റ് ചെയ്യുന്ന, നമ്മുടെ യുവജനങ്ങളെ നേരിട്ട് കണക്റ്റ് ആവുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തിരൂര് മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ താങ്കൾ വിഭാവനം ചെയ്യുന്നത്? ഏറ്റവും പുതിയ പദ്ധതി എന്നുള്ളത് തിരൂരിൽ കളിക്കളങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. 1-2 വിദ്യാലയങ്ങൾക്ക് മാത്രമാണ് നല്ല കളിക്കളമുള്ളത്. 3 എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള വിദ്യാലയങ്ങളിലൊന്നും കൃത്യമായി തന്നെ കളിക്കളങ്ങൾ വരാനുണ്ട്. അവിടെ വലിയ ടർഫ് നിർമ്മിച്ചാലും ഇൻഡോർ സ്റ്റേഡിയമെങ്കിലും ഏറ്റവും ചെറിയൊരു വിദ്യാലയത്തിലുണ്ടാവണം എന്നുള്ളൊരാശയമാണ് എൻ്റേത്. എല്ലാ പഞ്ചായത്തിലും കളിക്കളം നിർമ്മിക്കേണ്ടതുണ്ട്. കൂടുതൽ പരിശീലന പരിപാടികൾ ആരംഭിക്കേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നതാണ്. ആ പദ്ധതികൾ തിരൂരിലും കൃത്യമായി നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായി കായിക മേഖലയിൽ ഉണ്ടാക്കേണ്ട മാറ്റം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാണ്. ഇപ്പം നമ്മൾ ഓരോ പഞ്ചായത്തിലും പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. കേരളത്തിലിപ്പോൾ 830 പഞ്ചായത്തുകളിൽ സ്പോർട്സ് ക്ലബ്ബുകൾ അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലുകൾ. മുമ്പ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ, അതിൻ്റെ താഴെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകൾ നമ്മൾ രൂപീകരിച്ചു. അതിൻ്റെ പ്രവർത്തനമാണ് ശക്തിപ്പെടുത്തേണ്ടത്. അവിടെ പഞ്ചായത്തിൻ്റെ പദ്ധതി വീതം ഇനി മുതൽ അതിന് പണം മാറ്റും. അപ്പോൾ ഓരോ പ്രദേശത്തുമുള്ള യുവജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലന പരിപാടികൾ 5 പരിശീലകർ വരെ ഒരു പഞ്ചായത്തിന് നിയമിക്കാൻ കഴിയും. നമ്മുടെ പഞ്ചായത്ത് കളിക്കളം നിർമ്മിച്ചാൽ അവിടെ ആ പരിശീലന പരിപാടി നടത്തും. മറ്റൊരു പദ്ധതി കൂടി നമ്മൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഒരു പഞ്ചായത്ത് 6 സ്പോർട്സ് ക്ലബ്ബുകൾക്കെങ്കിലും ഓരോ വർഷവും 10,000 രൂപയെങ്കിലും അവരുടെ മൂലധന നിക്ഷേപമായി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്കായി അവർ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ താനൂരിൽ മാത്രമല്ല, താനൂരിലും അല്ലെങ്കിൽ തിരൂരിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, തിരൂരിലാണെങ്കിലും അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലൊരു പദ്ധതി വരികയാണ്. അതോടൊപ്പം സ്പോർട്സ് ഉപകരണങ്ങൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ടായിരിക്കണം. എല്ലാവർക്കും അതിൻ്റെ ഉപയോഗം ലഭ്യമാക്കണം. ആ ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലബ്ബുകളുടെ നവീകരണം, സ്പോർട്സ് ക്ലബ്ബുകളെ നമ്മൾ ഏറ്റെടുക്കുക. അവർക്ക് ആവശ്യമായുള്ള പരിശീലനം നൽകാനുള്ള പരിശീലകരെ നൽകുക. അവർക്ക് ആവശ്യമായുള്ള എക്യുപ്മെൻറ്റ് നൽകുക. അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തന ചെലവ് എന്ന നിലയിൽ ഏറ്റവും ചുരുങ്ങിയ 10,000 രൂപയെങ്കിലും ഒരു വർഷത്തിൽ അവർക്ക് കൊടുക്കാൻ കഴിയും. അതിലൂടെ ഈ മേഖലയിൽ നല്ല മാറ്റം നമുക്കുണ്ടാക്കാൻ കഴിയും. അത് നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്നതാണ്. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ കായിക മേഖലയിൽ മാത്രം തന്നെ ഒരു പഞ്ചായത്ത് തല കായിക മേഖലകൾ സംഘടിപ്പിക്കാനുള്ള പണം പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട്. അത് 14ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമുള്ള പുതിയ മാർഗനിർദ്ദേശത്തിൽ അത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ബ്ലോക്ക് തലത്തിൽ കായിക മത്സരങ്ങൾ നടത്താനുള്ള പണം ബ്ലോക്കിൽ നിന്നും ഒരു വിഹിതം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കായിക മേഖല നടക്കണം. ഇതെല്ലാം തന്നെ അതാത് സ്പോർട്സ് കൗൺസിലുകളാണ് ഇത് നടത്തേണ്ടത്. ഇതിൻ്റെ ചുമതല ഇവർക്ക് 2 സ്പോർട്സ് കൗൺസിലും പഞ്ചായത്തിനും ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണ്. ജില്ലാ തലത്തിൽ നടന്നു കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ ഇത്തരത്തിലുള്ള കായിക മേളകൾ നടക്കുമ്പോൾ കായികക്ഷമത നമ്മൾക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കായികക്ഷമത കേരളത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളിലും എത്തണമെങ്കിൽ കായിക സാക്ഷരതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കായിക സാക്ഷരത എന്തിനാണ് കായികക്ഷമത എന്നുള്ളത്, നമ്മളിപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വരുന്നു. എന്തുകൊണ്ട് വരുന്നു? കായിക പ്രവർത്തനങ്ങളുടെ അഭാവമാണ്. ഒട്ടുമിക്ക കേസുകളിലും ഇപ്പോൾ WHO ഏറ്റവും പുതിയൊരു അവരുടെ റിപ്പോർട്ടിൽ 70% മരണങ്ങളിലും കണ്ടെത്തിയിട്ടുള്ള കായികക്ഷമതയുടെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുന്നേ കണ്ടുകൊണ്ടാണ് നമ്മൾ പോളിസിയിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പോൾ കായിക ക്ഷമത കൈവരിക്കണം, കായിക സാക്ഷരത വേണം. അപ്പം അതിനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കണം. ഈ കായിക സാക്ഷരത എന്നുള്ളതിനാണ് പഞ്ചായത്തുകൾക്ക് പണം അനുവദിക്കാൻ നമ്മൾ ഇപ്പോൾ അനുമതി കൊടുത്തത്. പക്ഷേ കായിക സാക്ഷരത നടക്കണമെങ്കിൽ പാഠപുസ്തകങ്ങളിൽ കായികം ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത്. അത് നമ്മൾ ചെയ്തു. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിർബന്ധമായും ഒരു പീരീഡ് ആ പാഠപുസ്തകം പഠിപ്പിക്കണം. ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ ഇപ്പോൾ ആ പാഠപുസ്തകങ്ങൾ നമ്മൾ ഈ വർഷം മുതൽ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അതിനുശേഷം 6 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരധ്യായം നിർബന്ധമായും കായിക പരിശീലനത്തിനും പഠനത്തിനും വേണ്ടി മാറ്റിവെക്കണം. അതും വന്നു കഴിഞ്ഞു. അതിപ്പോൾ നടപ്പിലാക്കുന്നു. ഇവിടെ കായിക അധ്യാപകരുടെയും പരിശീലനം കുറവാണ്. പല സംഘടനകളും എടുത്തു പറഞ്ഞു. അതിനാണ് ജില്ലാ പഞ്ചായത്തുകൾക്ക് കായിക അധ്യാപകരെ നിയമിക്കാനുള്ള അനുമതി നൽകി, പഞ്ചായത്തുകൾക്ക് കായിക പരിശീലകരെ നിയമിക്കാനുള്ള അനുമതി നൽകി. ഇങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ
കായിക സാക്ഷരതയുടെ നിലവാരം ഉയർത്താൻ കഴിയും. അതോടൊപ്പം തന്നെ കായികക്ഷമത, കുട്ടികൾ ആ ശീലം വളർത്തിയെടുക്കും. ഇപ്പോൾ നമ്മൾ പ്രൈമറി സ്കൂളുകൾ കായിക വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതി ഹെൽത്തി കിഡ്സ് ക്ലാസ് റൂമുകളാണ്. ഒരു ക്ലാസ് റൂമിൽ ചെന്നാൽ അവിടെ കുട്ടികൾക്ക് കായിക ഇനങ്ങൾ ചെറിയ പ്രായത്തിൽ അവർക്ക് പരിചയപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ നഴ്സറി സ്കൂളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ക്ലാസ് റൂം അത് കായിക താനൂരിൽ തന്നെ ഉണ്ട് പല വിദ്യാലയങ്ങളിലാണ്. അവിടെ ആ രീതിയിൽ നമ്മളൊരു പരീക്ഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ 150 സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മളത് ആരംഭിച്ചിട്ടുണ്ട്. വലിയ സ്വീകാര്യതയാണ് അതിന് വന്നിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ വിദഗ്ധർ നിർബന്ധമായും ഇത് കേരളത്തിൽ പൂർണ്ണമായും നടപ്പിലാക്കണമെന്നുള്ള ശുപാർശയാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കായിക സാക്ഷരത, കായികക്ഷമത എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറും. ഇതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം സാക്ഷരതാ പ്രസ്ഥാനം ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിച്ച ഒരു മണ്ണാണ് കേരളം. ഇപ്പോൾ ഡിജിറ്റൽ സാക്ഷരത അതിലേക്കും നമ്മൾ എന്തുകൊണ്ടും ആരോഗ്യത്തെ ബാധിക്കുന്ന പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ. അതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഈ കായിക മേഖലയിലൂടെ. അതോടൊപ്പം തന്നെ മയക്കുമെതിരായിട്ടുള്ള വലിയ പോരാട്ടം നമ്മൾ നടത്തിയിരുന്നു. കേരളത്തിലെ എല്ലാ ഗ്രാമാന്തരം സഞ്ചരിച്ച് നമ്മളതിൻ്റെ സന്ദേശം കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് പല സംഘടനകളും. നല്ല രീതിയിൽ തന്നെ അത് നടക്കും. ഈ മേഖലയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായി കായിക സാക്ഷരതാ പ്രവർത്തനങ്ങൾ മാറും. ഇവിടെ നമ്മുടെ കോളേജുകളിലും കോളേജ് ലീഗ് മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ തുടക്കം കുറിച്ചു. ഇപ്പോൾ പണം 1 കോടി രൂപ നമ്മൾ ഇപ്പോൾ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ വന്നു. ഈ പദ്ധതി കേന്ദ്രത്തിൽ സമർപ്പിച്ചു. എല്ലാ വർഷവും ഈ 1 കോടിയുടെ പകുതി 50 ലക്ഷം രൂപ അവർ കൂടി തീരുകയാണ്. കേരളത്തിൽ ഇപ്പോൾ എണ്ണപ്പെട്ട കോളേജിലുള്ളൂ. അപ്പോൾ ഇത് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ ലീഗ് മത്സരങ്ങൾ നമുക്ക് കോളേജുകൾ നടത്താൻ പറ്റും. അതിലൂടെ പുതിയ താരങ്ങളെ കണ്ടെത്താം. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് പോക്കറ്റ് മണി, കായിക മേഖലയിലുള്ള കുട്ടികൾക്കുള്ള ഒരു പോക്കറ്റ് മണി കൂടി നമുക്ക് അതിലൂടെ ഉറപ്പുവരുത്താൻ പറ്റും. അത് വലിയൊരു മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഈ സ്പോർട്സ് സർക്യൂട്ട് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. തിരൂരിൽ നിന്ന് താനൂരിലേക്ക് വരുന്നു. താങ്കളുടെ നാടിൻ്റെ ഒരു അയൽപ്രദേശമാണ്. പക്ഷേ താനൂരിൻ്റെ ഹൃദയത്തുടിപ്പുകൾ താങ്കൾ അറിഞ്ഞു വരുന്നു. അതിനനുസൃതമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. പക്ഷേ 5 വർഷം ആണ് സാധാരണഗതിയിൽ ഒരു ജനപ്രതിനിധിക്ക് ആ കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കാനായിട്ട് കിട്ടുക. പക്ഷേ അപ്പോഴേക്കും ചിലപ്പോൾ പിന്നത്തെ 5 വർഷമായിരിക്കും ഇതിൻ്റെ ഒരു തുടർച്ച കിട്ടുക. പക്ഷേ ഈ 2 ഭാഗ്യങ്ങളും ഒരുമിച്ച് താനൂർ ലഭിച്ചിട്ടുള്ള ഒരാളാണ്. അവിടുത്തെ ജനങ്ങൾ താങ്കളെ അത്രയധികം സ്നേഹിക്കുന്നു. പക്ഷേ അതേ താനൂരിൽ നിന്ന് തിരൂരിലാണ് വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്നത്. പക്ഷേ തിരൂർ താങ്കൾക്കൊരു അപരിചിത നഗരമൊന്നുമല്ല. താങ്കൾ ജനിച്ചു വളർന്ന നാട് കൂടിയാണ്. താനൂരിൽ നടപ്പിലാക്കിയ എത്ര നല്ല കാര്യങ്ങൾ, ആ നല്ല കാര്യങ്ങളൊക്കെ തന്നെ തിരൂരും നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. കേരളത്തിലെ വികസന ചരിത്രത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മാറ്റങ്ങൾ കൃത്യമായി ഉണ്ടാവാനുള്ള ഒരു കാര്യം തുടർഭരണമാണ്. അതൊരു വസ്തുതയാണ്. സാധാരണയായി അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 5 വർഷത്തെ ടേമിൽ പ്ലാനും പദ്ധതിയും ഫണ്ടും കണ്ടെത്തുമ്പോഴേക്കും ആ കാലഘട്ടം സമായി. പിന്നീട് വേറൊരു ഗവൺമെൻറ്റാണ്. അതായിരുന്നു കേരളത്തിൻ്റെ ഒരു രീതി. പക്ഷേ ഇവിടെ ഇത്തവണ തുടർഭരണം കേരളത്തിലുണ്ടായി. അത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഗ്രഹീതമായി എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതികളുടെ പൂർത്തീകരണം കൃത്യമായിട്ട് നടന്നത്. പുതിയ ഫണ്ടുകൾ ഫ്ലോ ചെയ്യാനുള്ള പുതിയ സോഴ്സുകൾ കണ്ടെത്താനും അത് കൃത്യമായി തന്നെ നടപ്പിലാക്കാനും കഴിഞ്ഞുള്ളത് കൊണ്ടാണ്. ഇപ്പോഴും മെഗാ പദ്ധതികൾ പലതും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സയൻസ് പാർക്ക് വന്നു. ഇപ്പോൾ അവയവമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയാണ് കോഴിക്കോട് വരാൻ പോകുന്നത്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം. ഇത് വയനാട് തുരങ്കപാത, മലയോര ഹൈവേ, നാഷണൽ ഹൈവേക്ക് സ്ഥലം ഏറ്റെടുത്ത് നൽകിയ ഈ ഗവൺമെൻറ് സ്വന്തം ഫണ്ടിൽ നിന്നാണ് എടുത്തു കൊടുത്തത്. തീരദേശ ഹൈവേ, അങ്ങനെ വ്യത്യസ്തമായ പദ്ധതികൾ, അത് എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികളുണ്ട്. അതിലേക്ക് എത്തപ്പെട്ട തുടർഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതേ സ്ഥിതി തന്നെയാണ് താനൂരിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ആ തുടർ ഭരണത്തിലൂടെ, കാരണം പല പദ്ധതികളും പ്രതിപക്ഷ കക്ഷികൾ വലിയ രീതിയിൽ എതിർത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യവുമില്ല, ആ നാട്ടിൽ നടക്കേണ്ടതാണ്, ഞങ്ങളുടെ കാലത്ത് മാത്രമേ നടക്കാൻ കഴിയൂ എന്നുള്ളൊരു രീതി ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഈ തടസ്സങ്ങളുണ്ടായിട്ടില്ല. പക്ഷേ അവിടെ 2ാം തവണ ഇടതുപക്ഷ പ്രതിനിധി ജയിച്ചു വന്നപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിൽ കിടക്കുകയാണ്. ഇപ്പോൾ താനൂർ ഗവൺമെൻറ് കോളേജ് ഗ്രീൻ കോളേജ് എന്നാണ് എനിക്ക് പറയാം. ആ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്ത് പുതിയ കെട്ടിട നിർമ്മാണം കഴിഞ്ഞു. അവിടെ ഉദ്ഘാടനം കഴിഞ്ഞു. 17 ക്ലാസ് റൂമിൽ അടിയന്തരമായി ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ക്യാമ്പസിൻ്റെ മോഡിയൂട്ടിൽ അവിടുത്തെ കളിക്കളങ്ങൾ നിർമ്മിക്കുക, അത്തരം പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണേണ്ടത് ഇതെല്ലാം തന്നെ സാധ്യമായ തുടർഭരണമാണ്. പക്ഷേ അവിടെ നിന്നും ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്നുള്ളത് അടുത്ത 50 വർഷത്തേക്കുള്ള കാഴ്ചപ്പാട് ഈ ഗവൺമെൻറ്റുണ്ട്. അത് നടന്നു പോവുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മൾ നടപ്പിലാക്കി. ഞാൻ കുറേ കൂടി കേരള വികസനവുമായി ചേർന്നുകൊണ്ട് സംസാരിക്കുക. ആ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളതിനെ കളിയാക്കുകയാണ്. പക്ഷേ ലോകത്തിലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അത്ഭുതത്തോടെ കണ്ടു. പല രാജ്യങ്ങളും അഭിപ്രായപ്പെട്ടു എങ്ങനെയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമായത്.
അതിദാരിദ്ര്യം എന്ന് നമ്മൾ പറയുമ്പോൾ കേരളത്തിലെല്ലാ ദാരിദ്ര്യം അനുഭവിക്കും, ദാരിദ്ര്യം പാടെ മാറി എല്ലാവരും പണക്കാരായി എന്നുള്ളതല്ല. ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്ന ആരും കേരളത്തിലില്ല. അതാണല്ലോ അതിദാരിദ്ര്യം. അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഭക്ഷണം കിട്ടാതെ വിശപ്പ് കൊണ്ട് ഉറങ്ങേണ്ടി വരുന്ന, വിശപ്പടക്കാൻ ഭക്ഷണമില്ലാത്ത ഒരു വിഭാഗം, ഉറങ്ങാൻ ഇടമില്ലാത്ത ഒരു സ്ഥലം, റോഡിലും തിണ്ണയിലൊക്കെ ഉറങ്ങേണ്ട ഗതികളിൽ ഉണ്ടായിരുന്ന വലിയൊരു വിഭാഗം, അവരെ അതിൽ നിന്ന് മുക്തമാക്കാൻ കഴിഞ്ഞു. ഇന്ന് കേരളത്തിൻ്റെ തെരുവീതികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. കേരളത്തിൽ നിന്നുള്ള മലയാളികൾ ആരെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടും നിങ്ങൾ കാണുന്നുണ്ടോ? ഈ കാറ്റഗറിയിൽപ്പെട്ടവർ ഉറങ്ങാൻ ഇടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പലരും ചെറിയൊരു കൂരെങ്കിലും ഉള്ളവരാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടല്ലേ 5 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചുകൊണ്ട് 5,35,000 അധികം വീടുകൾ ഈ മാർച്ചിൽ പൂർത്തീകരിക്കും. ഈ സംവിധാനത്തിലൂടെ വന്നിരുന്ന എല്ലാവർക്കും വീട് എന്നുള്ള സ്വപ്നത്തിലേക്ക് മാറിയില്ലേ? ഇനിയും 1.5 ലക്ഷത്തിലെ പുതിയ അപേക്ഷകൾ വന്നു. അതുകൂടി പരിഗണിക്കാനല്ലേ നമ്മൾ തീരുമാനിച്ചത്. അവിടെ അടിസ്ഥാനപരമായ മാറ്റം എന്നുള്ളത് നമ്മൾ കാണേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അധ്വാനിക്കാൻ പറ്റാത്ത ആളുകൾ, അധ്വാനിക്കാൻ ആളില്ലാത്തവർ, അവരാണല്ലോ ഈ പട്ടിണി എന്നുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ മുക്തമായി ദാരിദ്ര്യരേഖയ്ക്ക് ഉള്ളിലുള്ള ആളുകൾ. അവിടെയാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുക. 62 ലക്ഷം ആളുകൾ ക്ഷേമ പെൻഷൻ നമ്മൾ നൽകുന്നുണ്ട്. അതിൻ്റെ അളവ് നമ്മൾ ഇപ്പോൾ കൂട്ടി വന്നു, 2000 രൂപയാക്കി. 62 ലക്ഷം ആൾക്ക് 2000 രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കുകയല്ലേ? അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതൊരു 5000 രൂപയെങ്കിലും ഒരു മാസം ഒരു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം പിന്നെ മറ്റു പ്രശ്നങ്ങളില്ല. ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് എല്ലാവരും BPL കുടുംബങ്ങളായിരിക്കും. അവിടെ കാറും ബംഗ്ലാവും ഒന്നുമില്ലെങ്കിലും ഒരു വീട് അവർക്ക് സ്വന്തമായി ഉണ്ടാവും. മികച്ച നിരക്കിൽ ഭക്ഷ്യവസ്തുക്കൾ കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. ഏറ്റവും നല്ല ആശുപത്രികൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രികൾ ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല സർക്കാർ ആശുപത്രികളുള്ള ഒരു സ്ഥലമായി നമ്മൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ തന്നെ ആശുപത്രി ഉണ്ട്, അതൊക്കെ വേറെ. പക്ഷേ പൊതുസമൂഹത്തിന് സൗജന്യ ചികിത്സ നൽകുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ സൗജന്യ ചികിത്സ നൽകുന്ന ഏറ്റവും നല്ല ആശുപത്രികളുള്ളതായി മാറിയിട്ടുണ്ട്. സൗജന്യ വിദ്യാഭ്യാസം, ഡിഗ്രി വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസത്തോടു കൂടി കുട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പണം ആവശ്യമായ എല്ലാ മേഖലകളും ഏറ്റവും സുതാര്യമായി കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേമ പെൻഷനിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കും ഇവരെ സമ്പൂർണ്ണമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള പുതിയ ഒരു അജണ്ടയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതിൽ തന്നെ സ്ത്രീകൾക്കുള്ള സുരക്ഷാ പെൻഷൻ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അതിനെയും കാണേണ്ടത്. അവിടെ പലപ്പോഴും പല വീട്ടമ്മമാരും അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോലും 1 രൂപ മക്കളോടോ ഭർത്താവിനോടോ ചോദിക്കേണ്ട, പലപ്പോഴും അവരുടെ കയ്യിൽ ചിലപ്പോൾ കൊടുക്കാൻ പണമില്ലാത്തൊരവസ്ഥയുണ്ട്. അവിടെയാണ് നമ്മൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ 35 ലക്ഷം അധികം ആളുകൾക്ക് നൽകാൻ പോകുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഒരു പോക്കറ്റ് മണി അവർക്ക് കിട്ടണം. അപ്പോൾ ആ പണവും ഒരു വീട്ടിലേക്കാണ് വരുന്നത്. അവിടെ ഇപ്പോൾ ഈ തിരൂര്, താനൂർ അടക്കമുള്ള മുനിസിപ്പാലിറ്റികൾ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്നതിൽ വലിയ കുറവ് കാണിച്ചു, അപാകത കാണിച്ചു. സർക്കാർ നൽകുന്ന പണം ജനങ്ങളിൽ എത്തിക്കണ്ടേ? ഇപ്പോൾ കഴിഞ്ഞ മാസം കിട്ടേണ്ട പലർക്കും ഇപ്പോൾ താനൂരിൽ ഇപ്പോൾ ഞാൻ അറിഞ്ഞത് അവർക്ക് വിതരണം ചെയ്യില്ല, ഇപ്പോൾ കൊടുത്തു തുടങ്ങി. കാരണം ആ രീതിയിലുള്ള പ്രഷറുണ്ടായി. CPM അടക്കമുള്ള കക്ഷികൾ സമരം ചെയ്തു. അപ്പോൾ തിരൂരിലും ആ രീതിയിൽ ഇപ്പോഴാണ് കൊടുക്കുന്നത്. അപ്പോൾ പലപ്പോഴും ആനുകൂല്യങ്ങൾ പോലും തടഞ്ഞു വെക്കുന്ന അവസ്ഥ ഇവിടുത്തെ പ്രതിപക്ഷ നഗരസഭകളൊക്കെ തന്നെ ചെയ്യുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ലൈഫ് പദ്ധതിന് കേന്ദ്ര പദ്ധതി കൂടുതൽ വന്നുകൊണ്ടാണ് നമ്മുടെ ലൈഫിൻ്റെ എണ്ണം കുറഞ്ഞിട്ടില്ല. കേന്ദ്രം എത്ര രൂപയാണ് കൊടുക്കുന്നത്? ഒരു 75,000 രൂപയാണ് ഒരു വീട് നിർമ്മിക്കാൻ കൊടുക്കുന്നത്. നമ്മൾ 4 ലക്ഷമാണ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ കിട്ടുന്ന 1 ലക്ഷം 1.5 ലക്ഷം രൂപയാണ് അവർക്ക്. ഇതെല്ലാം പരിശോധിച്ച് വരുമ്പോൾ നമ്മൾ സമ്പൂർണ്ണമായുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് പോവുക എന്നത് കേരളത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി തന്നെ വരും. 2ാം ഘട്ടമാണ് ദാരിദ്ര്യം, 2ാം ഘട്ടം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതിനെപ്പോലും കളിയാക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷം. ഇപ്പോൾ ഇങ്ങനെ ഓരോന്നും നമ്മളെടുത്താൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ 10 വർഷം മുമ്പ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് മുഖ്യമന്ത്രി അദ്ദേഹം വരുന്ന സമയത്ത് പ്രകടന പത്രിക പുറത്തിറക്കി ഇടതുപക്ഷ മുന്നണി. ഈ മുന്നണി പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികയിൽ 97% കാര്യങ്ങൾ പൂർത്തീകരിച്ചു ആ 5 വർഷം. ആ 3% പ്രവർത്തികൾ ഈ 2ാം ടേം ആയപ്പോൾ അതും പൂർത്തീകരിച്ചു. ഇത്തവണ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ പൂർത്തീകരണത്തിൻ്റെ വക്തേക്ക് പോവാണ്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച പ്രകടന പത്രിക കൃത്യമായി തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞൊരു ഗവൺമെൻറ് കൂടിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് വികസനം എത്തി എന്ന് പറയുന്നത്. അതാണ് ഒരു ഗവൺമെൻറ് മാസ്റ്റർ പ്ലാൻ എന്നുള്ളതാണ് പ്രകടന പത്രിക. അത് നടപ്പിലായതുകൊണ്ടാണ്
കേരളത്തിൽ വികസനം എത്തി, നല്ല രീതിയിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, മാറ്റമുണ്ടായിട്ടുണ്ടെന്നുള്ളത് എല്ലാവരും പറയുന്നത്. അപ്പോൾ കൃത്യമായ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇതെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാണ്, അതായിട്ടുണ്ട്. എല്ലാവരും ആ അഭിപ്രായമുള്ളവരാണ്. പലപ്പോഴും രാഷ്ട്രീയമായും മതപരമായും അതിനെ എതിർക്കാൻ ഈ മതത്തെയും രാഷ്ട്രീയത്തെയും ഉപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല, കേന്ദ്ര ഭരണത്തിൽ പങ്കാളികളായ ആളുകളും അതിൽ കാര്യത്തിൽ മോശക്കാരുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം കൂടി നിൽക്കുകയാണ്. പക്ഷെ ജനങ്ങളത് തിരിച്ചറിയണം, ജനങ്ങളത് പഠിക്കാൻ തയ്യാറാവണം. ചെറിയ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഉയർത്തി കാണിക്കുന്ന ഒരു രീതി, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ജനങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള നിഷ്പക്ഷമായുള്ള ഇടപെടൽ അത് കേരള പൊതുസമൂഹത്തിന് ഗുണം ചെയ്തു എന്നുള്ളത് തന്നെ നമുക്ക് കാണാൻ കഴിയും. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു MLA അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് മന്ത്രിയാകുമ്പോൾ പലപ്പോഴും മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല, അങ്ങനെയുള്ള പരാതികളൊക്കെ വരാറുണ്ട്. പക്ഷേ താങ്കളെ സംബന്ധിച്ച് താനൂർ മണ്ഡലത്തിൽ താങ്കൾ ചെയ്തിട്ടുള്ള വളരെയധികം മികച്ച നേട്ടങ്ങൾ എണ്ണി എണ്ണി നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ MLAയും മന്ത്രിയുടെയും രണ്ടു തരം ജീവിതങ്ങൾ വളരെ കൃത്യമായി ബാലൻസ് ചെയ്ത ഒരാൾ കൂടിയാണ്. കായിക മന്ത്രി എന്ന രീതിയിൽ കേരളത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷം വളരെ സക്രിയമായിട്ട് തന്നെ താങ്കൾക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ഒരു കായിക സംസ്കാരം ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏതെല്ലാം രീതിയിൽ മാറ്റാൻ സാധിച്ചു എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? കേരളത്തിലെ കായിക രംഗത്ത് ജനങ്ങൾക്ക് വിസിബിളായിട്ടുള്ള നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുപോകുന്നത്. വാക്കിലല്ല കൊണ്ടുപോകുന്നത്, പ്രവർത്തനങ്ങളിൽ കൊണ്ടുപോകും. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ അതിന് സഹായിച്ച് കേരളത്തിലെ കായിക നയത്തിൻ്റെ രൂപീകരണമാണ്. നമ്മുടെ രാജ്യത്ത് കൃത്യമായിട്ടൊരു കായിക നയം ഉണ്ടായിരുന്നില്ല. അത് കേരളമാണ് രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം രൂപീകരിക്കുന്നത്. അത് 23-24 കാലഘട്ടത്തിലാണ്. പിന്നീട് 24-25 രാജ്യത്ത് തന്നെ പുതിയ ഒരു കായിക നയം വരുന്നത്. അത് ഈ 2 പോളിസികളും എടുത്ത് പരിശോധിച്ച് നമുക്ക് ആ കാലഘട്ടം വായിച്ചാൽ മനസ്സിലാവും. ആ കായിക നയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതികളാണ് പിന്നിൽ നമ്മൾ നടപ്പിലാക്കിയത്. അവിടെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ നിയമത്തിലും വ്യവസ്ഥകളിലും നമ്മൾ കൊണ്ടുവന്നു. ഇപ്പോൾ കായിക മേഖലയിൽ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ സ്വകാര്യ നിക്ഷേപം ഇന്ന് കേരളത്തിലെത്തിയിട്ട് ഇത് ഏറ്റവും വലിയ ഉദാഹരണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 1300 കോടി രൂപയുടെ പുതിയ പദ്ധതികളാണ് കേരളത്തിൽ വരുന്നത്. അതിലുള്ള പ്രധാനപ്പെട്ട ഒന്ന്, ഏതൊരു വ്യക്തിക്കും ഏതൊരു സംഘടനക്കും ഒരു നിശ്ചിത ഭൂമി മാത്രമേ കൈവശം വെക്കാൻ പാടുള്ളൂ. അത് വലിയ തടസ്സമായിരുന്നു. പുതിയ സ്റ്റേഡിയങ്ങളും കളിക്കളങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റ് അസോസിയേഷന് 15 ഏക്കർ മാത്രമേ കയ്യിൽ വെക്കാൻ പറ്റുന്ന അധികാരം ഉണ്ടായിരുന്നു. നമ്മൾ അതിലാണ് മാറ്റം വരുത്തി. അതോടുകൂടി അതൊരു പബ്ലിക് പർപ്പസായി മാറ്റുകയും ഇന്ന് കേരളത്തിൽ ഏത് സംഘടനകൾക്കും വ്യക്തികൾക്കും കളിക്കളം നിർമ്മിക്കാൻ ഇത്രയും ഭൂമി ഉപയോഗിക്കാനുള്ള അനുമതി നമ്മളുണ്ട്. അത് വലിയൊരു മാറ്റമാണ്. ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുതിയ ധാരാളം പദ്ധതികൾ. സ്പോർട്സ് സിറ്റി എറണാകുളത്ത് വരുന്നു, കോഴിക്കോട് വരാൻ പോകുന്ന മറ്റൊരു സ്പോർട്സ് സിറ്റി, ഇതെല്ലാം തന്നെ വരുന്നത് ഈ ഒരു നിയമത്തിൽ നമ്മൾ കൊണ്ടുവന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഭാഗം എടുക്കാം, നമ്മൾ സർക്കാർ ചെയ്തെടുക്കാം. സർക്കാരിൽ സ്പോർട്സിന് കൃത്യമായിട്ടുള്ള മുൻഗണന നൽകി എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 5000 കോടി രൂപയാണ് വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ട്, കായിക വകുപ്പ് മാത്രമല്ല എല്ലാ വകുപ്പുകളും ചേർന്ന് കായിക മേഖലയിൽ ഇപ്പോൾ നമ്മൾ മുടക്കിയിട്ടുള്ളത്. 5000 കോടിയുടെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പുതിയ ജില്ലാ സ്റ്റേഡിയങ്ങൾ നമ്മൾ തുടങ്ങുകയാണ്. അതിൽ 6 എണ്ണം പൂർത്തീകരിച്ചു. ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സുകളാണ്, വലിയ സാധ്യതകൾ. 58,000 സ്ക്വയർ ഫീറ്റുകൾ ഒക്കെയുള്ള ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഓരോ ഇൻഡോർ സ്റ്റേഡിയത്തിലും 12 കളിക്കളങ്ങൾ എങ്കിലും ഉണ്ടാവും. അതിനോട് ചേർന്നുള്ള സ്പോർട്സ് സിന്തറ്റിക് ട്രാക്കുകൾ, ഫുട്ബോൾ ടർഫുകൾ, അങ്ങനെ എല്ലാ സംവിധാനമുള്ള. ഇപ്പോൾ തൃശ്ശൂർ EM വിജയൻ്റെ പേരിൽ നമ്മൾ നിർമ്മിച്ച ഏറ്റവും വലിയൊരു സ്ഥാപനമുണ്ട്, സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്. അതേപോലെ കാസർഗോഡുണ്ട്, വയനാടുണ്ട്, എല്ലാ സ്ഥലങ്ങളുമുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് നമ്മൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി സ്ഥലത്താണ്. നല്ല പണം അനുവദിച്ചു 750. പക്ഷേ അവിടുത്തെ ചില സ്വാർത്ഥ താല്പര്യം മുന്നിൽ വെക്കുന്നില്ല. നിലവിലുള്ള VC അടക്കമുള്ളവർ കാര്യങ്ങളെ കൃത്യമായി പഠിക്കാതെ വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം നമുക്ക് തുടങ്ങാൻ പറ്റാതെ. അപ്പോൾ അതേപോലെ 300-ലധികം ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റേഡിയങ്ങൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് 2 സിന്തറ്റിക് ട്രാക്കാണ് 2016 മുമ്പ് കേരളത്തിലുണ്ടായി. ഇന്നത് 30ലേക്ക് കടക്കുകയാണ്. 24 കഴിഞ്ഞു. ഇപ്പോൾ 3 ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവും. അതിന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ജില്ലകളിലും സിന്തറ്റിക് ട്രാക്ക് എന്നുള്ളൊരു ആശയം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് പുതിയ സിന്തറ്റിക് ട്രാക്കിൻ്റെ ടെൻഡറിലേക്ക് നമ്മൾ കടക്കുക. ഇതടക്കം ഈ മേഖലയെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളുകൾ അങ്ങനെ തുടങ്ങി ധാരാളം. മറ്റൊന്ന്, എല്ലാ പഞ്ചായത്തിലും കളിക്കളം നിർമ്മിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോൾ തിരൂരിൽ തന്നെ എത്രയോ യുവജനങ്ങൾ രക്ഷിതാക്കളൊക്കെ പറയും ഞങ്ങൾക്ക് കളിക്കളമില്ല,
10 കോടി രൂപ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ നമ്മൾ നൽകിയതാണ്. പക്ഷെ നമ്മൾ അതിൽ വെച്ച കണ്ടീഷൻ എന്താണ്? നിങ്ങൾ ഭൂമി തരം മാറ്റി തരിക, അവിടെ നമ്മൾ അത് നിർമ്മിക്കാൻ അതോടൊപ്പം തന്നെ ഒരു എഗ്രിമെൻ്റ് വെക്കുക, അതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായി പൂർത്തീകരിക്കുക. ഭൂമിയെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ. കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്ന അതിൻ്റെ ഗവൺമെൻറ് ആ ഭൂമിയിൽ പോയൊന്നും ഇടപെടുന്നില്ല, അതൊക്കെ അവരെ പേരില്ല. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? ഇതിനു മുമ്പ് ഒരു 10-15 വർഷം മുമ്പ് ഒരു MLA, ആദ്യത്തെ MLA അവിടെ പണം വെച്ചു. ഞാൻ ചെറിയ താരതമ്യം പഠനം, എല്ലായിടത്തും ഇത് ബാധകമാണ്. അവിടെ ഫ്ലഡ് വെച്ചു, എന്തോ സ്റ്റീലിൻ്റെ ഗാലറി വെച്ചു. തിരൂരിലെ ജനങ്ങൾ പറയാൻ പറ്റുക, ആ ലൈറ്റ് 10 വർഷമായി ഒരു ദിവസം പോലും കത്തിയിട്ട് അവിടെ മെയിൻ്റനൻസ് കൃത്യം നടക്കുന്നില്ല. വീണ്ടും ഇപ്പോൾ പണം വെച്ച് അവിടെ നിർമ്മിക്കുകയാണ്. അതും ഇതേപോലെ ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി പറഞ്ഞത് അവിടെ കൃത്യമായി ഇതിൻ്റെ മെയിൻ്റനൻസിന് ഒരു സംവിധാനം ഉണ്ടാകണം. അതിൻ്റെ നിർമ്മാണത്തിൽ അപാകത ഉണ്ടാകാൻ പാടില്ല, അതിന് സംവിധാനം ഉണ്ടാകണം. അതിനൊക്കെ പുറമെ വീണ്ടും നമ്മൾ ഇവരെ ഇങ്ങനെ ലാഗ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അവിടെ നമ്മൾ നിർമ്മിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിർമ്മിക്കുക, പണം തരാം. ആ ഭൂമി തരം മാറ്റി തരാൻ പറഞ്ഞു. ഒരു സർക്കാരിൻ്റെ ഒരു പണം മുടക്കുമ്പോൾ ആ ഭൂമി തരം മാറ്റി തരണ്ടേ? മീൻസ് അതൊരു ഉത്തരവാദിത്തമാണ്. ഇന്നേ വരെ ചെയ്തില്ല. എന്നിട്ട് അതിൻ്റെ പേരിൽ വലിയ ആരോപണങ്ങളുണ്ടായി. പക്ഷെ ഇപ്പോഴും പൊതുസമൂഹം അറിയാത്തൊരു കാര്യം, അത് പാടമായി തന്നെ നിൽക്കുകയാണ്. നെൽവയലാണ് ഇപ്പോഴും. അത് എത്രയോ വർഷമായി മുനിസിപ്പാലിറ്റി സ്റ്റേഡിയമായി ഉപയോഗിക്കുകയാണ്. അതിൻ്റെ ഒരു തരം മാറ്റി ആ പേപ്പർ തരണ്ടേ? അതുകൊണ്ടാണ് അവിടുത്തെ സ്റ്റേഡിയം. പക്ഷേ ഇവിടെ തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇവരുടെ ഇടയിൽ. നമ്മളെ സമ്മതിച്ചില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മൾ വന്നാൽ തിരൂരിൽ ഏറ്റവും മുന്തിയ പരിഗണന നൽകി. തിരൂർ നഗരസഭയ്ക്ക് പറ്റിയില്ലെങ്കിൽ തിരൂരിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് 25 കോടി രൂപ ചെലവിലുള്ള സ്റ്റേഡിയങ്ങൾ നമ്മൾ നിർമ്മിക്കും. അത് നമ്മളൊരു കമ്മിറ്റ്മെൻറ്റാണ്. ഇവിടെ എല്ലാ പഞ്ചായത്തുകളും കളിക്കളം വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. പല പഞ്ചായത്തുകളും കളിക്കളമില്ല. അപ്പം ഏറ്റവും ചുരുങ്ങിയത് ഒരു കളിക്കളം, ഒന്നല്ല, നമ്മുടെ അജണ്ട ഇപ്പോൾ ഇതിൻ്റെ വാർഡ് തോറുമാണ്. പക്ഷെ അതിലേക്കൊന്നും ഇപ്പോൾ എത്താൻ കഴിയില്ല. പക്ഷേ 1-2 കളിക്കളങ്ങൾ എല്ലാ പഞ്ചായത്തിലും നമ്മൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അത് നമ്മളെ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗം തന്നെ. അപ്പോൾ അത് തിരുവനന്തപുരത്തെ കാര്യം. പക്ഷേ കേരളത്തിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ മാതൃകയായിട്ടുള്ളൊരു സംവിധാനം കൊണ്ടുവന്നു. അത് എല്ലാ പഞ്ചായത്തിലും കളിക്കളം നിർമ്മിക്കുക എന്നുള്ളതാണ്. നമ്മൾ പരിശോധിച്ചപ്പോൾ 480 പഞ്ചായത്തുകൾ സ്വന്തമായി കളിക്കളമില്ല എന്ന് നമ്മൾ കണ്ടെത്തി. ആ 450 പഞ്ചായത്തുകളിലും കളിക്കളം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഫണ്ട് അനുവദിച്ചു. ഇപ്പോൾ 166 പ്രവൃത്തി നടക്കുകയാണ്. പലതും പൂർത്തീകരിച്ചിട്ടുണ്ട്. പല ആളുകളും അതിനോട് വിമുഖത കാണിച്ചു. നിർമ്മിക്കുന്ന കാര്യത്തിൽ താമസം വരുത്തിയുകൊണ്ടാണ് മറ്റു ടാർഗറ്റിലേക്ക് പോകാതിരുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുകയാണ്. അതെന്താ? കായിക കേരളത്തിലുണ്ടായിട്ട് വളർച്ചയുടെ ഭാഗമായി എല്ലാ ഭാഗങ്ങളും ഇത് വൻ ജനങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. സ്പോർട്സ് എക്കോണമി നമ്മൾ നടത്തി. സ്പോർട്സ് എക്കോണമിയിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ വരുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതിനോട് ചേർത്ത് തന്നെ പുതിയ തൊഴിലവസരങ്ങൾ ആ മേഖലയിൽ ഉണ്ടാക്കുക. ഇപ്പോൾ 10,000 തൊഴിലവസരങ്ങൾ നമ്മൾ ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 976 സർക്കാർ നിയമനങ്ങൾ കായിക മേഖലയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് സർക്കാർ സംവിധാനത്തിലേക്കാണ്. സർക്കാർ ജോലിയാണ് കായിക താരങ്ങൾക്ക് നൽകിയിട്ട്. ഇന്ത്യയിൽ തന്നെ സർവ്വകാല റെക്കോർഡാണത്. ഇപ്പോൾ അത് 100 കൂടി വരികയാണ്. ഏകദേശം 1000 മുകളിലേക്ക് വരികയാണ് അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ സർക്കാർ ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് ആ ഇൻ്റർവ്യൂ നടത്തി. ഇപ്പം മലപ്പുറത്ത് നിന്ന് ഏറ്റവും അവസാനം നമ്മൾ ജോലി കൊടുത്ത് അനസ് എടത്തൊടിക എന്ന് പറയുന്ന ഫുട്ബോൾ താരത്തിന് ഇപ്പോൾ ജോലി നൽകിയ. ഇപ്പോൾ 2 മാസം മുമ്പാണ് നൽകുക. നിരവധി കടമ്പകളുണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്ന് ഒരു ഫയൽ നീങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് മാറ്റി ആ ഒരു എടത്തൊടിക എന്ന് പറയുന്ന അനസ് എന്ന് പറയുന്ന ഫുട്ബോൾ താരത്തിനും ഇപ്പോൾ നമുക്ക് ജോലി നൽകാൻ കഴിഞ്ഞിട്ട് എൻ്റെ അപ്പോയിൻമെൻ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ആ മേഖലയിൽ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേരളത്തിലെ കായിക മേഖലയെ പറയുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായുള്ള പദ്ധതികൾ അത് നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ നടപ്പിലാക്കി. എത്രയാണെന്നറിയോ കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ്? ഞാൻ പറഞ്ഞല്ലോ, 5000 കോടി രൂപ സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. പക്ഷേ സ്വകാര്യ മേഖലയിൽ കൂടി 5000 കോടി നിക്ഷേപം വരികയാണ് ഇപ്പോൾ. അപ്പോൾ ചേർത്ത് പറയുകയാണെങ്കിൽ കായിക അടിസ്ഥാന സൗകര്യ വികസനം 10,000-ലധികം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. അത് വലിയ മാറ്റമല്ലേ? ഈ ഒരു മാറ്റമാണ് പൊതുവെ എല്ലാ മേഖലയിലും കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താനൂരിൽ മാത്രം എടുക്കുക. താനൂരിൽ എത്ര സ്റ്റേഡിയങ്ങൾ വന്നു. ഇപ്പോൾ കാട്ടിലങ്ങാടിയിൽ സ്റ്റേഡിയം ആ ഇത് ചെറിയ അപാകത ഉണ്ടായി, വീണ്ടും അത് പുനർനിർമ്മിക്കുകയാണ്. അത് ഒരു കിറ്റ്കോ എന്ന് പറയുന്ന ഒരു ഏജൻസി ആയിരുന്നു, കൃത്യമായി ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ വീണ്ടും അത് നടക്കുന്നുണ്ട്. ഫിഷറീസ് ഹൈസ്കൂളിൽ സ്റ്റേഡിയം നിർമ്മിച്ചു. തീരശ മേഖലയിൽ തന്നെ ഉണ്ണിയാലിൽ പുതിയ സ്റ്റേഡിയം നിർമ്മിച്ചു. നിറമരുതൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചു. അതോടൊപ്പം തന്നെ ചെറിയമണ്ടം ഹൈസ്കൂളിൽ 7 കോടി രൂപ ചെലവിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പുതിയ സ്റ്റേഡിയത്തിനുള്ള നടപടികൾ പൂർത്തിയായി അത് ടെൻഡർ വരികയാണ്. താനാളൂരിൽ തന്നെ താനാളൂർ പഞ്ചായത്തിൽ 2 സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ നവീകരിച്ച് നല്ല രീതിയിലേക്ക് മാറ്റിയെടുത്തു. ചെറിയമണ്ടം പഞ്ചായത്തിൽ നമ്മളൊരു കളിക്കളം നിർമ്മിക്കുകയാണ്. ബുഴൂർ പഞ്ചായത്തിൽ കളിക്കളം നിർമ്മിച്ചു. ഇപ്പോൾ അതോടൊപ്പം തന്നെ പൊന്മണ്ടം പഞ്ചായത്തിൽ നമ്മൾ പണം അനുവദിച്ചു. അവിടെ സ്വന്തമായ സ്ഥലമില്ല, സ്ഥലം വാങ്ങണം. അതിൻ്റെ നടപടിയിലേക്ക് നമ്മൾ കടന്നു. താനൂരിൽ തന്നെ
2 പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങൾ, നിറമരുതടക്കമുള്ള എല്ലാ ഹൈസ്കൂളുകളിലും പുതിയ സ്റ്റേഡിയങ്ങൾ. ഈ ഒരു കാലഘട്ടത്തിൽ കായിക മേഖലയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് താനൂർ. അത് പൊതുവേ കേരളത്തിൽ കായിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണോ നമുക്ക് അത് ചെയ്യാൻ കഴിയും. അപ്പോൾ കായിക മേഖല എക്കാലത്തേക്കാളും ഉയർന്ന നിലവാരത്തിലേക്ക് വന്നു. അതിൽ നിരവധി, ഞാൻ അതിലേക്കാണ് സ്പോർട്സ് കൗൺസിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങളുണ്ട്. അത് വലിയ നിരവധി കാര്യങ്ങളുണ്ട്, അത് വലിയ സമയമെടുക്കുന്നു. ആ ഒരു മാറ്റം എന്നുള്ളത് സ്പോർട്സ് കൗൺസിൽ പുതിയ രീതി വന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വരികയാണ്. അപ്പോൾ അങ്ങനെ വലിയ വലിയ മാറ്റങ്ങളിലൂടെ നമ്മൾ കടക്കുക. കേരളത്തിലെ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് വലിയൊരു അസറ്റ് തന്നെയാണ്. കാരണം പ്രവാസികൾ അവരുടെ അന്യനാടുകളിൽ ഒഴുക്കിയ ഒരു വിയർപ്പിന്റെ ഒരു ബാക്കി കൂടിയാണ് ഇന്നത്തെ കേരളത്തിന്റെ പല സമൃദ്ധി എന്ന് പറയുന്നത്. പ്രവാസികളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരാളെന്ന രീതിയിലും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന രീതിയിലും ഈ രംഗത്ത് നിലവിൽ ഉള്ള കാര്യങ്ങളും അതുപോലെ എന്തൊക്കെയാണ് ഇനി പുതിയതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും. കേരളത്തിലെ പ്രവാസികൾ എന്നുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെയല്ല. കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലായിട്ട് പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് കേരളത്തിലെ പ്രവാസികൾ. അതിൽ പല മേഖലയിലും ആ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അടിസ്ഥാനപരമായി അതിന് സഹായിച്ച ഒരു ഫണ്ട് എന്നുള്ളതെങ്കിൽ ഒരു വിഭാഗം എന്നുള്ളത് പ്രവാസികളാണ്. അത് കൃത്യമായി ഒന്ന് പരിശോധിച്ചാൽ കേരളത്തിൽ നിന്നും മുമ്പ് പ്രവാസ ജീവിതം വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ കാഷ്വൽ ലേബേഴ്സായിരുന്നു ഗൾഫ് നാടുകൾക്കുള്ള പ്രവാസത്തിന് ഏറ്റവും കൂടുതൽ അവർ പോയതും ആശ്രയിച്ചതും. അവിടെ ആ ഒരു കാലഘട്ടത്തിൽ പോയ ഒട്ടുമിക്ക ആളുകൾക്ക് 90% ആളുകൾ തങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പിന്നീടാണ് അവർ ബോധവാനം. പക്ഷേ നിവൃത്തിയില്ല, പട്ടിണിയാണ്, മുന്നോട്ട് പോകാൻ രക്ഷയില്ലാത്ത സ്ഥിതിയാകുമ്പോൾ അങ്ങനെയാണ് പ്രവാസത്തിലേക്ക് പോകുന്നത്. SSLCക്ക് താഴെയുള്ള വിദ്യാഭ്യാസം മാത്രം ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിട്ടില്ല. അപൂർവമായുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്, 10%. അവിടെ അവർ കണ്ടൊരു സ്വപ്നം, ഞങ്ങൾക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടണമെന്ന്. ആ ഒരു തീരുമാനം അവരെടുത്തു. അവർ സ്വാഭാവികമാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇന്ന് കാഷ്വൽ ലേബേഴ്സ് എന്നുള്ള കാറ്റഗറി ഉള്ള പ്രവാസ ജീവിതത്തിന് പകരം നോളജ് ലേബേഴ്സായി അത് മാറി. ഏറ്റവും കൂടുതൽ നോളജ് ഉള്ള ലേബേഴ്സ് ഇന്ന് തൊഴിൽ കമ്പോളത്തിൽ, ലോക തൊഴിൽ കമ്പോളത്തിൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നാണ്. അതോടൊപ്പം കേരളത്തിൻ്റെ ഇന്നത്തെ വ്യാവസായിക വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സംഭാവന, ഏറ്റവും കൂടുതൽ നോളജ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ ആ തൊഴിൽ സ്ഥാനം സൃഷ്ടിക്കപ്പെട്ടത് ഈ അടിസ്ഥാനപരമായിട്ടുണ്ടായിട്ട് അന്നുണ്ടായിട്ടുള്ള മാറ്റത്തിന് ഇന്ന് എല്ലാ IT കമ്പനികളും കേരളത്തിൽ വരാൻ ഉണ്ട്. ഇവിടെ സോഴ്സ് ഉണ്ട്. ആ രീതിയിലേക്ക് മാറാൻ ആദ്യഘട്ടത്തിൽ സഹായിച്ച് പ്രവാസികൾ തന്നെയാണ്. പുതിയ നിരവധി സ്ഥാപനങ്ങൾ വന്നു, അവിടെ പണം കൊടുത്ത് പഠിക്കുന്നുണ്ട്, മെറിറ്റിൽ പഠിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. വലിയ മാറ്റം ആ മേഖലയിൽ കൊണ്ടുവന്നതിൻ്റെ എനിക്ക് തോന്നുന്നത് പ്രവാസികൾ തന്നെയാണ്, 100%. നിങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഓലക്കൂരകളില്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയത് ഒരു നല്ല വീട് എന്നുള്ള സ്വപ്നം എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ ഉണ്ട്. അതിൽ ഇപ്പോഴത്തെ മാത്രമല്ല, ഈ ഒരു പ്രവാസികൾ അയക്കുന്ന പണം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അവർ പരസ്പരം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കേരളമാണ് അവരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഇപ്പോൾ ലോക കേരള സഭ, അത് കേരളത്തിലെ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ലോകരാജ്യങ്ങളിൽ ഒരു വേദി ഉണ്ടെങ്കിൽ അത് ലോക കേരള സഭയാണ്. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പ്രവാസികൾ ഇന്ത്യയിലായാലും വിദേശത്തായാലും അവരെ പ്രതിനിധീകരിച്ച് ഒരു വർഷത്തിൽ 1-2 തവണ അവർ ചേരുമ്പോൾ അവർ നൽകുന്ന ശുപാർശകൾ അത് കേൾക്കുക മാത്രമല്ല നമ്മൾ ചെയ്തത്, അത് നടപ്പിലാക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇന്ന് ഏത് പ്രവാസികളുടെ കാര്യങ്ങൾ എടുത്താലും, ഇപ്പോൾ പ്രവാസ ക്ഷേമനിധി, അതോടൊപ്പം തന്നെ പ്രവാസികൾക്കുള്ള പെൻഷൻ, ആരോഗ്യ ഇൻഷുറൻസ്, ഇപ്പോൾ പ്രവാസികൾക്ക് മാത്രമായി പോലീസ് സ്റ്റേഷനുകൾ ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അവരുടെ പരാതികൾ സ്വീകരിക്കാനുള്ള കൺട്രോൾ റൂമുകൾ ആരംഭിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ആശയം അത് നടപ്പിലാക്കുന്നതോടുകൂടി ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ പ്രവാസികളുടെ കാര്യങ്ങൾ ഇടപെടാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ നേട്ടമാണ്. ഇപ്പോൾ പ്രവാസികൾക്ക് തന്നെ അവർ പലപ്പോഴും എത്രയോ കാലഘട്ടം നമ്മളൊക്കെ കണ്ടും ഒക്കെ വളർന്ന ആളുകളാണ്. അവരുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും കാലത്തിൽ ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ ഇതിനു മുമ്പ് അവരെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുമ്പ് പ്രവാസ വകുപ്പുണ്ടാക്കി. എനിക്ക് തോന്നുന്നു ബലാരവി മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു വകുപ്പ്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകും ഇല്ല. വാക്കുകളുണ്ടായിരുന്നു, പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇന്നത് കേരളത്തിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കും. നല്ല രീതിയിൽ പണം കൊടുക്കുന്നുണ്ട്. സാങ്കേതികമായിട്ടുള്ള എല്ലാ അറിവുകൾ നൽകാനുള്ള
സൗകര്യങ്ങൾ നമുക്കുണ്ട്. അവർക്ക് വായ്പ നൽകണം, ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കിട്ടാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് വ്യവസായ വകുപ്പ് മാത്രം, ഇപ്പം ന്യൂനപക്ഷ വകുപ്പ് തന്നെ എടുക്കും, നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. അപ്പോൾ എല്ലാ മേഖലയിലും അവർക്ക് കേരളത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് അതുപയോഗിച്ച് ഇവിടെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ച ആയിരക്കണക്കിന് പ്രവാസികളെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വ്യവസായ വളർച്ചയിൽ വലിയ പങ്ക് വെച്ച് പ്രവാസികൾക്കാണ്. ഇവിടെ കേരളത്തിൽ നിക്ഷേപം നടത്താൻ, നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം കൊണ്ടുവരിക എന്നുള്ള ചെറിയൊരു പ്രശ്നമായിരുന്നില്ല. ഒരു വിഭാഗം കൊണ്ടുവരുമ്പോൾ ഭരണപക്ഷം എതിർക്കും, അല്ലെങ്കിൽ പ്രതിപക്ഷം എതിർക്കും. അങ്ങനെയുള്ള ഒരു ഇന്നും ആ അന്തരീക്ഷത്തിൽ നമ്മൾ മാറ്റം ഉണ്ടാക്കി. ഇപ്പോൾ അടുത്ത ദിവസം മുഖ്യമന്ത്രിയുമായ ഒരു യോഗത്തിൽ ഒരു ഗ്രൂപ്പ് പ്രവാസികളാണ്. 3,70,000 കോടിയാണ് അവർ കേരളത്തിൽ നിക്ഷേപിക്കാൻ. 3,70,000 കോടി. അവർ പറഞ്ഞത് ഇന്ത്യയിൽ വർഗീയ കലാപങ്ങളില്ലാതെ സമാധാനപരമായി ഞങ്ങൾ നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമാണ് എന്ന് പറയാൻ പറ്റുന്ന ഒറ്റ സംസ്ഥാനമേ ഉള്ളത് കേരളമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിക്ഷേപിക്കുന്നത്. മറ്റത് ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിലൊക്കെ തന്നെ സ്ഥാപനങ്ങൾ അടിച്ച് തകർക്കുന്നു, നഷ്ടമുണ്ടാക്കുന്ന രീതി ഉണ്ടായിട്ട്. അപ്പോൾ ആ രീതിയിലേക്ക് വന്നു. പ്രവാസികൾക്ക് പണം നിക്ഷേപിക്കാനുള്ള ഏറ്റവും വലിയ സംവിധാനമായി മാറി. ഇപ്പോൾ പൊന്നാനി, തൊട്ടടുത്തുള്ള പൊന്നാനിയിൽ നമ്മളൊരു കപ്പൽ നിർമ്മാണശാല വരുന്നുണ്ട്. മുഴുവൻ പ്രവാസികളാണ് നിക്ഷേപിക്കാൻ പോകുന്നത്. ഏകദേശം 1000 കോടി രൂപയാണ് അവരുടെ നിക്ഷേപമായി ഇവിടെ വരാൻ പോകും. അപ്പോൾ നോക്കൂ, ഇങ്ങനെയാണ് ആ മാറ്റം ഉണ്ടായാലും. പ്രവാസികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ അവർ സ്വീകാര്യമായ രീതിയിൽ അവർക്ക് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ വിദേശ രാജ്യങ്ങളിലെ പ്രവാസി സഹോദരന്മാർ അവർക്ക് അഭിമാനപൂർവ്വം പറയാം, കേരളം ഞങ്ങളെ പരിഗണിച്ചു എന്നുള്ള കാര്യം. അത് ഒരു സംശയമില്ലാതെ തന്നെ അവർക്ക് പറയാൻ പറ്റും. അതാണ് കേരളവും പ്രവാസികളും തമ്മിൽ ഈ 10 വർഷത്തിനുള്ളിൽ അവർക്ക് ഈ ഗവൺമെൻറ് നൽകിയിട്ടുള്ള സംഭാവന. എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നല്ല, ഇൻഡിവിജ്വൽ പ്രശ്നങ്ങളിലുള്ള ആളുകളുണ്ടാവും. അതിനെല്ലാം തന്നെ പൊതുസമൂഹത്തിൽ, പ്രവാസികളുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ടിക്കറ്റിൻ്റെ ചാർജ് വർധനയാണ്. ഇന്നിപ്പോൾ ഗൾഫിൽ യുദ്ധങ്ങൾ നടക്കുകയാണ്. അവിടെ പോലും എയർലൈൻസുകൾ അവരെ പിഴിയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെ അത്തരത്തിൽ വിവരം കിട്ടിയപ്പോൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി അറിയിച്ചു, കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെടുകയാണ്. എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്, അവർ അമിത ചാർജ് ഈടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഓരോ സമയത്ത് ഇടപെടാനുള്ള സംവിധാനം, നോർക്ക റൂട്ട്സ് പോലുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സംവിധാനങ്ങൾ ശക്തമാക്കി. മറുപടി, ഏതെങ്കിലും ഒരു പ്രവാസി ഒരു കാര്യം പറഞ്ഞാൽ ഒരു 2 മാസം കഴിഞ്ഞിട്ടല്ല മറുപടി. ഇത്ര സമയത്തിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് മറുപടി കൊടുക്കുന്ന സംവിധാനത്തിലേക്ക്, അത് വലിയൊരു ആഗ്രഹമില്ല. ഏതെങ്കിലും നാട്ടിലുണ്ടോ പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുക? ഒരു ജില്ലയിൽ ഒരു സ്റ്റേഷനാണ് വരാൻ. കാരണം അവർക്ക് അവിടെ കൊടുത്താൽ മതി. പ്രവാസികൾ അവിടെ നിന്ന് അവരുടെ വീട്ടിൽ എന്തെങ്കിലും, അവർ സെറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അവരുടെ വീട്ടിലൊരു പ്രശ്നമുണ്ട്, അവിടെ വിളിച്ചു പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ് അത് നേരിട്ട് തന്നെ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പ്രവാസികൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ ഇടപെട്ടു. അത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ആ രീതിയിൽ മാറ്റം ഉണ്ടായിട്ടില്ല. ഇത് കേരളത്തിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനൊരു പ്രവാസിയാണ്, അതുകൊണ്ട് തന്നെ അത് ഏറ്റവും സ്വീകാര്യമാണ് എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ്.